ഇതിനെ ഇന്ന് പ്രധാനമായും ലോറി കണ്ടെത്താൻ കഴിയുമെന്ന് ദൗത്യ സംഘം പറയുന്നുണ്ട്. ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? ഏത് തെരച്ചിൽ ഏതൊക്കെ രീതിയിലാണ് തെരച്ചിൽ സംതൃപ്തിയാണ്? അതെ, തീർച്ചയായിട്ടും ഇതുവരെ ഡ്രഡ്ജർ കമ്പനി എന്ത് പറഞ്ഞു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അവർ ആദ്യം പറഞ്ഞത് വെയിൽ കയറ്റ സമയത്ത് തിരിച്ച് ഈ ഗംഗാവിൽ ഈ സ്പോട്ടിലേക്ക് എത്തിക്കുന്ന, ഇനിയിപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാണ്ടിരിക്കുകയാണ്. ഉച്ചയോട് തന്നെ എത്തി ഡ്രഡ്ജിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഒരു വിശ്വാസം. പിന്നെ അതിനുപരി ഈ ഡ്രഡ്ജർ മെഷീൻ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഒരുപാട് ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് മെയിനായിട്ട് ശ്രീ കോഴിക്കോട് MP രാഘവേട്ടൻ, അതുപോലെ മഞ്ചേശ്വരം MLA ശ്രീ AK അഷ്റഫ്, അതുപോലെ തന്നെ KC വേണുഗോപാൽ സാറ്, കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ല അനുകൂല നിലപാടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ജനപ്രതിനിധികളും എല്ലാവരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ കാര്യത്തിന്. തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു റിസൾട്ട് ഈ വരും ദിവസങ്ങളിൽ 1-2 ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. ഈ ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും ദൗത്യ സംഘം, അത് തന്നെയാണ് അവരെ ഒരു നിഗമനം. അങ്ങനെ തന്നെയാണ് കുടുംബവും കരുതുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ആയിരിക്കാലും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തിരച്ചിലിന് സാധ്യത ഉണ്ടായിരിക്കുന്നത്. അർജുൻ ക്യാബിനിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ആ ഒരു വിശ്വാസമാണ് ഇവിടുത്തെ ജില്ലാ ഭരണകൂടമായാലും ഞങ്ങളുടെ കുടുംബമായാലും എല്ലാവരായാലും അത് തന്നെയാണ് ഇതിന് ഡ്രഡ്ജിങ് ഇവിടെ എത്താനുള്ള മെഷീൻ ഇവിടെ എത്താനുള്ള കാരണം. അത് തന്നെ മെയിനായിട്ടുള്ള കാരണം അത് തന്നെയാണ്. അതുകൂടാതെ തന്നെ മറ്റ് 2 പേരും, ജഗന്നാഥൻ, ലോകേഷ് എന്ന് പറഞ്ഞ 2 പേരും കൂടി ഇവിടെ ഉണ്ട്. അവരെയും കണ്ടെത്തുക എന്നുള്ളത് അർജുനെ പോലെ തന്നെ അതേയും പ്രയോറിറ്റി ഉള്ള കാര്യം തന്നെയാണ്.